പപ്പയുടെ ആഗ്രഹമായിരുന്നു ആ ചടങ്ങിന് സാക്ഷിയാവണമെന്ന്. മൂത്ത മോനെ പോലെ വിചാരിക്കാൻ പറ്റില്ലല്ലോ പപ്പയ്ക്ക്. ഓ, എന്ത് പറഞ്ഞാലും മൂത്ത മകൻ മൂത്ത മകൻ. നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നേ. സിദ്ധുട്ടാ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നതാ, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പ നോക്കിയേ, ഇതാണോ? സിദ്ധുട്ടാ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നല്ലേ നല്ലത്. ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ പോരെ? ഡോക്ടർ അങ്കിളെ ഞാൻ കാറിൽ വെച്ച് വിളിച്ചിരുന്നു. ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. സമയത്തിനും കാലത്തിനും എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര ദിവസമായി? അതിന്റെയാ. പപ്പ, നമുക്ക് ഹോസ്പിറ്റലിൽ പോണോ? ചെസ്റ്റ് പെയിൻ ഒന്നുമില്ലല്ലോ? നീ കലശം കടലിൽ ഒഴുക്കുന്നത് നോക്കി അങ്ങനെ നിന്നപ്പോ എന്റെ തൊട്ടടുത്ത് മഞ്ജു വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. എന്റെ കയ്യിലിങ്ങനെ പിടിച്ചതായിട്ട് അനുഭവപ്പെട്ടു. ഇപ്പോഴും ഇവിടെ ആ തണുപ്പുണ്ട്. പപ്പ, ചേട്ടത്തിയുടെ ദേഹത്തിന്റെ അവസാനത്തെ അംശവും ഇന്ന് ഈ മണ്ണ് വിട്ടു പോയില്ലേ? അതിന്റെയാ. എനിക്ക് ഒറ്റയ്ക്ക് കുറച്ചേരം ഇരിക്കണം. എല്ലാരും വന്നേ, വാ നമുക്ക് അകത്തേക്ക് പോവാം. തയ്യാറായാലോ? നീ സമ്മതിച്ചു കൊടുക്കോ? എന്നിട്ട് സ്വയം പിന്മാറുവോ? പറ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പു ഇനി അങ്ങോട്ട് പോണ്ട. ഞാൻ ചെന്ന് സിദ്ധുവിനോട് കാര്യങ്ങൾ സംസാരിക്കാം. എന്താ, അങ്ങനെ ചെയ്യാലോ? ആമി, നിനക്കും പറ്റില്ല, അവനും പറ്റില്ല. അതാണ് സത്യം. സഞ്ചയനം കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനെ വ്യക്തതയില്ലാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. സിദ്ധുവിനോട് ഞാൻ പറയാം. ഇന്നിപ്പോ തിരിച്ചു പോകുന്നില്ലല്ലോ? പോണോ ആമി? പ്രീമിയർ ഗ്രൂപ്പിലെ ഇന്റർവ്യൂവിന് സിദ്ധുവേട്ടനോട് പോണ്ടേ? ഒക്കെ ശരിയാവും. ആമി പ്രാർത്ഥിച്ചോളാം. പോവാം. പോവാം. നീ എവിടെ പോവാ? സിദ്ധു എവിടെയാണോ പോകുന്നത് അവിടെ. ഞാനൊരു അത്യാവശ്യത്തിന് പോവാ. എന്നെ കൂടെ കൊണ്ടുപോവല്ലോ. തനു, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എന്ത് പ്രശ്നം? ഞാൻ കൂടി വണ്ടിയിലിരുന്നെന്ന് വെച്ച് അധികം ഡീസലൊന്നും ആവില്ലല്ലോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് എത്ര ദിവസമായിന്ന് അറിയാവോ? അപ്പൊ ഇപ്പൊ വരും. ഞങ്ങൾ എവിടെ പോവാന്നും എന്തിനാണെന്നും നിനക്കറിയാലോ. പിന്നെ എന്തിനാ വെറുതെ മനഃപൂർവ്വം ശല്യപ്പെടുത്താൻ വരുന്നേ? അപർണ വേണമെങ്കിൽ ബാക്ക് സീറ്റിൽ കയറിക്കോട്ടെ. പക്ഷേ ഇപ്പൊ ക്ഷീണകാലോ. വേറെ ചിലര് ചേച്ചിയുടെ മുമ്പിലാ തല ഉയർത്തി നിൽക്കുന്നത്.
സത്യം. അതും ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തവര്. ശരിയാ, ആണെന്നേ. പരിഹാരമുണ്ട്. അകലെ നിർത്തേണ്ടവരെ അകലെ നിർത്തണം, അടുത്ത് നിർത്തേണ്ടവരെ അടുപ്പിച്ച് നിർത്തണം. സിദ്ധുവിന്റെ അപർണയുടെയും കല്യാണം നടക്കുന്നെങ്കിൽ നടന്നോട്ടേന്ന് ചേച്ചിക്കും ശിവേട്ടനും ഇടയ്ക്ക് തോന്നിയിട്ടില്ലേന്ന് എനിക്കൊരു സംശയം. ഹസ്തരേഖ കള്ളം പറയത്തില്ല, ശാസ്ത്രം. നിങ്ങൾ എന്ത് ശുദ്ധഗതിക്കാരിയാ. കെട്ടിച്ചു കൊടുത്താ അവരുടെ വഴിക്ക് പോകുന്നുള്ള തോന്നലൊക്കെ വെറുതെയാ. പിന്നെ സൊനാലി ഫാമിലി ഭരിക്കുന്നത് അപർണയായിരിക്കും. ഞാനിവിടെ ഉള്ളപ്പോഴോ? അവൾ ആരാ മോളെന്ന് വിചാരിച്ചു? പപ്പ അവളെ വരച്ച വരയിൽ നിർത്തും. ആ, അല്ലെങ്കിലും മൂപ്പരെ പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട. സിദ്ധു മോനോട് ഇത്തിരി സ്നേഹക്കൂടുതലുണ്ട്. അത് അപർണ മുതലാക്കും. ചുരുക്കി പറഞ്ഞ സൊനാലിയുടെ കംപ്ലീറ്റ് നിയന്ത്രണവും അവൾ ഏറ്റെടുക്കും. ചേച്ചിക്കൊക്കെ താരയുടെ വില പോലും കൽപ്പിക്കില്ല അവള്. ദേ തനുശ്രീ, ഇങ്ങനെ ദേ തനുശ്രീ എന്ന് പറയാതെ വാ തനുശ്രീ നമുക്ക് ഒരുമിച്ച് നിക്കാം എന്ന് പറ. അപർണയെ പോലെ സൊനാലി ബംഗ്ലാവ് മുഴുവനായിട്ട് പിടിച്ചെടുക്കണമെന്നുള്ള ടാർഗറ്റ് ഒന്നും എനിക്കില്ല. എനിക്ക് സിദ്ധുവിനെ കിട്ടണം. അവന്റെ ഭാര്യയായിട്ട് ജീവിക്കണം. അവന്റെ ബന്ധുക്കളെ സ്നേഹിക്കണം. അത്രേ ഉള്ളൂ തനുശ്രീക്ക് ആഗ്രഹങ്ങള്. നമ്മള് കൈകോർത്ത അപർണയെ പുറത്താക്കാം. അതുകൊണ്ട് എനിക്കും ചേച്ചിക്കും ഗുണമേ ഉണ്ടാവൂ. റിസൈൻ ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും മാറിയെന്നാ. പക്ഷെ മാറ്റി നിർത്തിയെന്നാണല്ലോ കേട്ടത്. ബിസിനസ്സിൽ നിങ്ങൾ വീഴ്ച വരുത്തി, ഓഫീസിൽ അത് ഇഷ്യൂ ആയി, പോലീസ് വന്നു, ചെയർമാൻ അതിൽ ഇടപെട്ടു എന്നൊക്കെയാണ് അറിഞ്ഞത്. പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഓഫീസ് ടൈമിൽ MD-യുടെ ക്യാബിനിൽ നിങ്ങൾ ചിറ്റ്ചാറ്റിംഗും മറ്റും ആണെന്നാണല്ലോ കേട്ടത്. ഇതൊക്കെ വെറും അലിഗേഷൻസാ. അതിലൊന്നും യാതൊരു സത്യവുമില്ല. ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ അവിടെ മറ്റൊരു ഗ്രൂപ്പ് പ്രവർത്തിച്ചു എന്നുള്ളതാ സത്യം. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അല്ലാതെ ഡയറക്ടർ ബോർഡിന് മുമ്പില് ഒരു വിശദീകരണത്തിനും സ്പേസ് ഇല്ല. അതുകൊണ്ട് സൊനാലി ഗ്രൂപ്പിന്റെ മേൽവിലാസമുള്ള സിദ്ധാർത്ഥിനെയും അപർണയുമാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അല്ലാതെ അവിടുന്ന് പുറത്താക്കിയവരെയല്ല. ആ കെയർ ഓഫ് ഇപ്പോ സിദ്ധാർത്ഥിന് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ചിന്തിക്കുക. ആമി വിഷമിക്കണ്ട, വേറെ ജോലി എന്തായാലും ശരിയാവും. ശരി ആമി, ഞാൻ വയ്ക്കാണേ. പ്രതീക്ഷിച്ചിരുന്നാണല്ലോ, പിന്നെന്ത് പറ്റി? സുധേട്ടാ, ഞങ്ങള് പ്രീമിയർ കമ്പനി പോയിരുന്നു. കമ്പനി MD-യെ കണ്ടത്. നല്ല സ്വീകരണമായിരുന്നു. നമ്മുടെ സൊനാലി ഗ്രൂപ്പിനെ ഇത്രയ്ക്ക് ഇമേജ് ഉണ്ടെന്നുള്ള കാര്യമേ അഭിമാനമുള്ള കാര്യമാ. അതിപ്പോഴാണോ മനസ്സിലാവുന്നത്? പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ വൈകൂലോ. ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് ജോലി തുടങ്ങാനായിട്ട് MD പറഞ്ഞു. അടുത്ത ദിവസം വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങ് പോകുന്നു. ഒരു പുതിയ ദിവസം ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാലോ. അതല്ലേ നല്ലത്. ദേ ഒന്നും അറിയാത്ത പോലെ ആക്ട് ചെയ്യല്ലോ ഒപ്പ. തല കുനിച്ച ഞാനും ഒപ്പം അവിടുന്ന് ഇറങ്ങിയത്. എനിക്ക് ജോലി തരരുതെന്ന് അവരെ വിളിച്ചറിയിച്ച കാര്യം പപ്പയ്ക്ക് നേരത്തെ എന്നോട് പറയായിരുന്നു. എങ്കിൽ നാണം കെടാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. ഞാൻ വിളിച്ചറിയിച്ചെന്ന് അവര് പറഞ്ഞോ? സൊനാലിന്ന് അവിടെ ന്യൂസ് എത്തി. എങ്കിലും ആ MD-യുടെ നമ്പർ താ, ഇപ്പൊ തന്നെ വിളിച്ച് ക്ലിയർ ചെയ്യാം.
നമ്പർ പറ. വിളിക്കണ്ട. പപ്പയൊന്നും അല്ലേ, ശിവയാ പ്രീമിയറിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടതും സംസാരിച്ചതും. ഞാനുമായി ആലോചിച്ച് തീരുമാനം എടുത്തിട്ടാ ശിവ വിളിച്ചത്. എന്നോടുള്ള കലി തീർക്കാൻ നിങ്ങൾ എന്തിനാ സിദ്ധുവേട്ടന്റെ ചാൻസ് കൂടി ഇല്ലാതാക്കിയത്? ഇങ്ങനൊന്നും അല്ല ഒരാളോട് പ്രതികാരം ചെയ്യേണ്ടത്. ഈ കാണിച്ചത് ചതിയാ. അതിന് നിന്നെ ആര് കണക്കിലെടുക്കുന്നു? സിദ്ധു വേറൊരിടത്ത് ജോലി ചെയ്യാൻ പോകുന്നതില് ശിവയ്ക്ക് അഭിപ്രായ വ്യത്യാസം. സിദ്ധു ബിസിനസ്സിൽ എന്തോ വലിയ പുള്ളിയാണെന്നൊക്കെ നീ ഒരു സമയത്ത് അഹങ്കരിച്ചില്ലേ? സൊണാലി ഫാബിൽ നിന്ന് എന്റെ ശിവയെ മാറ്റി നിർത്തിയിട്ടാ പപ്പ നിന്നെ MD ആക്കിയത്. അന്ന് ഞങ്ങളെ തോൽപ്പിച്ചെന്നൊരു ഭാവം ഉണ്ടായിരുന്നു നിനക്ക്. അങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടല്ലോ, അത് നീ ഒന്ന് അനുഭവിക്കണം. അതെ, വല്ലാതെ അങ്ങ് നൊന്തെങ്കിലേ നീ കൊണ്ടുപോയി കേസ് ഭിക്ഷ തെണ്ടിയായാലും നീറ്റായിട്ട് ജീവിക്കാൻ തുടങ്ങാ ബാലു. അതുകൊണ്ട് നേരത്തെ ചെയ്ത കുറ്റം കുറ്റമല്ലാതാവൂ? ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ ഒരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ രഹസ്യമായിട്ടൊരു തുകയങ്ങ് തരാം. നിർത്തടാ. കൈക്കൂലി ഓഫർ ചെയ്തതിന് ഇപ്പൊ തന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാം. സർ, തെറ്റിയതില്ലെങ്കിൽ ഇയാൾ എന്തിനോടോ ഭയപ്പെടുന്നേ? അറിവില്ലായ്മ കൊണ്ട് ബാലു പറഞ്ഞതാ. സർ ക്ഷമിക്കണം. സർ, യെസ് സർ, ഉടനെത്താം സർ. ഇപ്പൊ ഞാൻ പോകുന്നു. ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കട്ടെ. മുങ്ങാനോ മറ്റോ ശ്രമിച്ചാൽ അറിയാലോ. മംഗലാപുരത്ത് ഞാനുണ്ടായിരുന്നു. നീ എന്തിനാ അയാളോട് പറഞ്ഞു? കുടുങ്ങുവാണെങ്കിൽ ഞാൻ മാത്രമായിട്ട് കുടുങ്ങണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഇപ്പൊ ആരാ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത്? CAക്ക് ചെറിയ സംശയം ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും സൂക്ഷിക്കണം. നമുക്കിവിടെ നിന്ന് മാറി നിന്നാലോ? എന്നിട്ട് വേണം വേറെ കേസാവാൻ. നേരെ ജയിലിലെത്തും ഞാനും നീയും. CA പറഞ്ഞത് കേട്ട് കാണുമോ? ഇല്ല, കേട്ടെങ്കിലും ഇങ്ങനെ വെറുതെ നിൽക്കില്ലല്ലോ. എന്തായിരുന്നടാ? എന്തായാലും ഇത്ര നേരം സംസാരിച്ചേ? വേറെ വല്ല കുഴപ്പവും നീ ഒപ്പിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മി. ആ CI രഹസ്യമായിട്ട് കൈക്കൂലി മേടിക്കാൻ നോക്കിയതാ. 5 വയസ്സ്. ഈ താലി സിദ്ധു എന്റെ കഴുത്തി കെട്ടണം. അത് മാത്രം മതി എനിക്ക്. ജീവിതകാലം മുഴുവൻ ആ ഒരു നിമിഷത്തിന്റെ സന്തോഷത്തിൽ ഞാൻ കഴിഞ്ഞോളാം. അതിന്റെ പേരില് ഒരിക്കലും ശല്യപ്പെടുത്താൻ വരില്ല. മറ്റാരും അറിയേയില്ല. ഒരവകാശവാദത്തിനും വരില്ല. സിദ്ധു, നോ, പറ്റില്ല. സിദ്ധു, അത് ശരിയല്ല. അതില് ശരിയില്ല. തന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും നിന്നോട് സ്നേഹമുണ്ട്. പക്ഷെ അത് വിവാഹം കഴിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ ഉള്ള സ്നേഹമല്ലെന്ന് നീ മനസ്സിലാക്കണം. അത് തിരിച്ചറിയണം. നമ്മൾ എവിടെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നതാണ് പ്രധാന സംഗതി. അതിനുള്ള സാഹചര്യം ഒത്തുവരണം. എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. പഴയ വല്ല വീഡിയോ ഉണ്ടോ? പുതിയതുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഈ വോയിസ് റെക്കോർഡ് ഒരു തുറുപ്പ് ചീട്ട. ആവശ്യം വന്നാ എടുത്ത് പ്രയോഗിക്കാം. ആവശ്യം വരും. അപ്പൊ നീ എന്തൊക്കെയാ മനസ്സിൽ കണ്ടിട്ടുണ്ട്?
പക്ഷേ ആള് സിദ്ധുവാ. ഞാൻ പറയാതെ തന്നെ തനുവിന് അറിയാലോ. കാഞ്ഞ ബുദ്ധി അവന്. നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല. അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അപർണയും മോശമൊന്നുമല്ല. സിദ്ധു ഒരാണല്ലേ ചേച്ചി. അവനെ പൂട്ടാനുള്ള താഴും താക്കോലും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയമൊന്ന് ആയിക്കോട്ടെ. അകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമേ അവള് വിവരം അറിയൂ. സിദ്ധേട്ടൻ പുറത്തു വരുന്നോ? ഞാനിവിടെ നോക്കിയപ്പോ കണ്ടില്ല. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പപ്പയായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായോ? മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല അപ്പു. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പു, നിനക്ക് എന്താ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ? പെട്ടെന്ന് തോന്നിയൊരു ആവേശത്തിന് എന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സിദ്ധുവേട്ടന്? ഈ ഫ്രൈഡ് റൈസേ പാകമായിട്ട് വരുന്നുണ്ട് കുഞ്ഞ. പക്ഷേ അതിന്റെ മണം അടിച്ചിട്ട് അതിൽ ഉപ്പ് കുറവുണ്ടോന്നൊരു സംശയം. സംശയമല്ല, ശരിക്കും അതിൽ ഉപ്പ് കുറവാ. ആണോ ചേച്ചി? നോക്കട്ടെ. കുറവാണോ? നോക്കി നോക്കട്ടെ. ഉപ്പ് പോരാ. തനുവേ, ശകലം കൂടെ ചേർത്തേക്ക. ഒടുക്കത്തെ മൂക്കം അവക്ക് മണം കൊണ്ട് രുചി കണ്ടുപിടിക്കും. അല്ല, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ മോളെ? ആ ഡ്യൂട്ടി എനിക്ക് വിട്ടേക്ക് കുഞ്ഞ. നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നതേ തനി കേരളീയമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. കഞ്ഞി. കഞ്ഞി പറ്റിയ സാധനം തന്നെ. നല്ല പൊടിയരി കൊണ്ടുണ്ടാക്കുന്ന പൊടിയരി കഞ്ഞി. അതിന്റെ കൂടെ ചുട്ട പപ്പടം, അച്ചാറ്, പിന്നെ പയറും. അത് കലക്കി. ഓർത്തിട്ട് എന്നെ വായിൽ വെള്ളം. ചേച്ചി, പപ്പ ഇന്ന് ഫ്രൈഡ് റൈസ് ആണേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് തനുശ്രീയ. പപ്പയ്ക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടാണെന്ന് ചേച്ചി പറഞ്ഞു. വെജാണ് കേട്ടോ. നീ മനഃപൂർവ്വം ഞങ്ങളെ കൊണ്ട് ഉപ്പ് വാരി ഇടിച്ചതായിരുന്നു അല്ലേ? ഏതുപ്പ്? എന്തുപ്പ്? അധികം നെകളിക്കാതെ താഴെ നിക്കുന്നേ. ഞാനേ താഴെ തന്നെയാ നിൽക്കുന്നെ. വയറ് നിറഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആവാം. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാ ദേഷ്യാവരുത്. ഇതൊന്നും ഉണ്ടാക്കിയത് ഞാനല്ല, അപ്പുമോളാ. ഇതാ നിന്റെ കുഴപ്പം. ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാല് ഇങ്ങനെ അടി കൂടാതെ അതിനെ തലയുരാനെ നോക്കേണ്ടത്. അമ്മയുടെ ചെവിയിലെങ്ങണോ ഈ കാര്യം എത്തിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിലും നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാം ഞാൻ കേട്ടു. മിണ്ടരുത്. അപ്പുമോൾ ആരായിരുന്നടാ നിനക്ക്? ഓർമ്മ വെച്ച കാലം മുതല് കാണുന്നതല്ലേ നീ അവളെ? നിങ്ങൾ ഒരുമിച്ചല്ലേടാ വളർന്നത്? ഈ വീട്ടിലും എന്റെ ഉള്ളിലും അവൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? എന്നിട്ട്
എന്നിട്ട് നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേടാ? അമ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ. മനുഷ്യനാണോടാ നീ? എന്റെ വയറ്റിൽ പിറന്ന ഞാൻ വളർത്തിയ ബാലു ഇതല്ല. എനിക്ക് നിന്നെ ഇനി കാണണ്ട. ഈ നിമിഷം ഇവളെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. പൊക്കോടാ, എങ്ങോട്ടെങ്കിലും പൊക്കോ. താഴെ മാത്തുണ്ട്, അവരാരും അറിയരുത്. നീ പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ച് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അതിനു മുമ്പ് പൊയ്ക്കോടെ ഇവിടുന്ന്. എന്നെ ഇനിയും തല്ലിക്കോ, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ, പക്ഷേ എനിക്ക് മാപ്പ് തരണം. അന്നത്തെ എടുത്തുചാട്ടത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. കുറ്റബോധമാ ഇപ്പൊ എന്റെ മനസ്സ് നിറയെ. ചെയ്തു പോയ തെറ്റിന് ഞാൻ ശിക്ഷ മൊത്തം അനുഭവിച്ചേ ആബി. ഈ വീടും അഡ്രസ്സും ഒന്നും ഇല്ലാത്തവരായില്ലേ. എത്ര നാൾ ഒളിവി കഴിഞ്ഞു. വിഷപ്പടക്കാൻ വേണ്ടി തടിമില്ലി ദിവസക്കൂലിക്ക് പണിയെടുക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. നീ ചെയ്ത തെറ്റിനെ അതൊന്നും ഒരു ശിക്ഷയല്ല. പുറം ലോകം കാണാതെ ജയിലിൽ കിടക്കേണ്ടവനാ നീ. ഇല്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പോലീസിനെ വിളിക്കാൻ പോവാ ഞാൻ. കള്ളനാണോ? ആണെങ്കി പോലീസിനെ വിളിക്കും. എന്നാലേ കള്ളനെ വിളിക്കും. എങ്കിൽ കള്ളനാ. അപർണ ജ്വല്ലറിയുടെ ഏകദേശം ഈ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഹൃദയം കട്ടെടുത്ത കള്ളൻ. കുറ്റസമ്മതം നടത്തിയ സ്ഥിതിക്ക് തൊണ്ടി മുതലെങ്കിൽ തിരിച്ചതാ. എടുത്തോ. വേണ്ട, കള്ളനോട് വിശാല ഹൃദയമുള്ള അപ്പു ക്ഷമിച്ചിരിക്കുന്നു. ഓക്കേ. അല്ല, അത് പോട്ടെ, ഇത് രാത്രിയാണെന്ന് അറിയാമോ? അറിയാം. ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്കാണെന്ന് അറിയോ? അതും അറിയാം. പിന്നെ എന്തിനാ പൊന്നുമോൻ ഇങ്ങോട്ട് കേറി വന്ന്? ശരി ശരി ശരി, ഞാൻ എന്നാ പോയേക്കാം. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. എന്നാലേ എന്നോട് പറ, എന്ത്? ഈ രാത്രിയില് നമുക്ക് ഈ റൂമിൽ കിടക്കാം സിദ്ധുവേട്ടാന്ന്. വിളച്ചില് പറയാനേ അറിയൂ. വിളച്ചില് പറയാൻ മാത്രമല്ല, കാണിക്കാനും അറിയാം. എന്നോട് വിളച്ചില് കാണിക്കണ്ട. അതെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒറ്റയ്ക്ക് എന്ന് എന്ത് സ്വപ്നം കണ്ടത്? പിന്നെ സ്വപ്നം ഒറ്റയ്ക്കല്ലാതെ 2-3 പേർക്ക് ചേർന്ന് കാണാൻ പറ്റുമോ മാഷേ? 2 പേര് നിന്ന് കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന്റെ പേരാണ് ദാമ്പത്യം. നമ്മളെന്നാ ആ സ്വപ്നം കണ്ടു തുടങ്ങുന്നേ? അധികം വൈകാതെ ആ സ്വപ്നം സത്യമാവും. സത്യമാവണം. സിദ്ധു അപർണയെ വിളിച്ചോണ്ടുവന്നതിന് പകരമായിട്ടാണോ പാപ്പ എന്നെ വിളിച്ചോണ്ട് വന്നത്? ഇപ്പൊ എനിക്കറിയേണ്ടത് അതോടെ എന്റെ ഡ്യൂട്ടി തീർന്നോ എന്നാ. അങ്ങനെ തോന്നുന്നെങ്കിലേ നിനക്ക് പോവാലോ. അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. എന്നെ വെറുതെ അങ്ങ് ഒഴിവാക്കാനാണോ അതോ നഷ്ടപരിഹാരം തന്ന് ഒഴിവാക്കാനാണോ പ്ലാൻ? എന്ന കേട്ടോ, അങ്ങനെ പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഭീഷണിപ്പെടുത്തുകയാണോ നീ എന്നെ? ഞാൻ എന്റെ നിലപാട് പറഞ്ഞതാ. എനിക്ക് സിദ്ധുവിനെ വേണം. ഒരിടവേളയ്ക്ക് ശേഷം എനിക്ക് അവനോടുള്ള സ്നേഹം ഊതി തെളിയിച്ചത് പപ്പയാ.